കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. അതിൽ റിമൈൻഡേഴ്സ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്. 10നെ 5 × 2 എന്നാക്കി മാറ്റി എഴുതുകയാണ്. മുമ്പേ ചെയ്തതുപോലെ തന്നെ ആദ്യമായിട്ട് പഠിക്കുന്നത് 37 ആണ്. 37നെ 10 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്. 3 × 10. ബാക്കി വരുന്നത് എത്രയാണ്? 7 ആണ്. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത് 7 ആണ്. ഇനി ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാക്കി മാറ്റാൻ വേണ്ടി 10 = 5 × 2 എന്ന് എഴുതുകയാണ്. അപ്പോൾ എന്താണ് വരുന്നത്? 3 × 5 × 2 + 7 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? 3 × 5 എത്രയാണെന്ന് നോക്കുക. എത്രയാണ്? 15 ആണ്. 37 = 15 × 2 + 7. യഥാർത്ഥത്തിൽ അത്രയും രണ്ടുകൾ മാത്രമാണ് ഉള്ളത്. ഈ 7നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതാണ് താഴെ പറയുന്നത്. 7 = 3 × 2 + 1. 7 എന്താണ്? 3 രണ്ടുകൾ കൂടെയുണ്ട്. 15 2 എന്നുള്ളത് മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു അല്ലേ? നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 37നെ മാറ്റി എഴുതുകയാണ്. 15 × 2 + 3 × 2 + 7. അതായത് 7നെ 3 × 2 + 7 എന്നാക്കി മാറ്റി എഴുതി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും 15 രണ്ടുകളാണ് ഇവിടെയുള്ളത്. ഇവിടെ എത്രയുണ്ട്? 3 രണ്ടുകൾ കൂടെയുണ്ട്. അപ്പോൾ 15ന്റെ കൂടെ എത്ര ചെയ്യണം? 3 രണ്ടുകൾ കൂടെ കൂട്ടണം. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 18 × 2 + 1 ആണ്. അതാണ് 37. ഇവിടെ റിമൈൻഡർ വരുന്നത് എത്രയാണ്? 1 ആണ് റിമൈൻഡർ വരുന്നത്. 2 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനത്തെ സംഖ്യ 1, 3, 5, 7 എന്നീ സംഖ്യകളാണ് വരുന്നതെങ്കിൽ അതിന്റെ റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതേ സ്ഥാനത്ത് 0, 2, 4, 6 ആണ് വരുന്നതെങ്കിൽ എന്തായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും. കാരണം ഇവിടെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. 7 ആണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു 3 × 2 6, 1 ബാക്കി വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് 5. 5ൽ 2 × 2 ബാക്കി 1 വരുന്നുണ്ട്. ഇവിടെ നോക്കാം. ഒരു ഉദാഹരണം കൂടെ ഇവിടെ തരുന്നുണ്ട്. 38. 37ന് പകരം 38 പരിശോധിക്കുകയാണ്. 38നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 10 + 8 എന്ന് എഴുതാം. 10നെ 5 × 2 എന്നാക്കി മാറ്റി. അപ്പോൾ 3 × 5 × 2 + 8 എന്ന് എഴുതി. പിന്നെ 3 × 5 15 × 2 + 8നെ എന്താക്കി എഴുതാം? 4 × 2. അപ്പോൾ ടോട്ടൽ 15 + 4 അതാണ് കൂട്ടേണ്ടത് അല്ലേ? അത്രയും രണ്ടുകളുണ്ട്. 19 × 2 ആണ് 38 വരുന്നത്. ഇവിടെ റിമൈൻഡർ എന്താണ് വരുന്നത്? റിമൈൻഡർ വരുന്നത് 0 ആണ്. റിമൈൻഡർ ഈസ് 0, ദാറ്റ് ഈസ് 38 ക്യാൻ ബി ഡിവൈഡഡ് ബൈ 2 വിത്തൗട്ട് റിമൈൻഡർ. 38നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? റിമൈൻഡർ വരുന്നത് 0 ആണ്. സോ വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ അബൌട്ട് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എ നമ്പർ ബൈ 2? 2 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ജനറൽ ആയിട്ട് എന്ത് പറയാൻ കഴിയും? നോക്കാം. If the last digit of a number is divisible by 2, then the number is itself divisible by 2. If the last ഒരു സംഖ്യയുടെ ഏതെങ്കിലും ഒരു സംഖ്യകളുടെ 12, 14, 18 എന്നിവയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന 2, 4, 8 ഇവയൊക്കെ എന്താണ്? 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സംഖ്യയെ തന്നെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇഫ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, ദ റിമൈൻഡർ ഈസ് 1 ഓൺ ഡിവൈഡിങ് ബൈ 2. ലാസ്റ്റ് ഡിജിറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അപ്പോൾ 13 എടുക്കാം. 6 × 2 12. റിമൈൻഡർ എത്രയാണ് വരുന്നത്? 1 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് അതിന്റെ റിമൈൻഡർ വരുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഏത് സംഖ്യ എടുത്താലും 19 എടുത്തു കഴിഞ്ഞാൽ 2 × 9 എന്താണ്? 18. 18ന്റെ കൂടെ 1 കൂട്ടിയാലാണ് 19 വരുന്നത്. അപ്പോൾ എന്ത് വരും? 1 റിമൈൻഡർ വരും. അതാണ് 2നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ 2ന്റെ കേസ് വരുമ്പോൾ അങ്ങനെയാണ്. അത് ഒരക്ക സംഖ്യയായാലും 8 എന്ന് പറയുന്ന ഒരു സംഖ്യയായാലും 672 എന്ന് പറയുന്ന സംഖ്യയായാലും എത്രയാണ്? 3 അക്ക സംഖ്യയാണ്. ഇനി ഒരു 4 അക്ക സംഖ്യയായാലും ഒക്കെ തന്നെ എന്താണ്? അവസാനത്തെ ഡിജിറ്റാണ് നോക്കേണ്ടത്. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും? റിമൈൻഡർ 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് 2നെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് 100 എന്ന ഒരു സംഖ്യയെക്കുറിച്ചാണ്. നോക്കാം. ഒരു സംഖ്യയെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് 429 ആണ്. 429നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
എന്താണ് സംഭവിക്കുന്നത്? 4 ഇൻറ്റു 100 400 വരുന്നത്, പ്ലസ് 29. ഫ്രം ദിസ് വി ക്യാൻ സീ ദാറ്റ് 29 ഈസ് റിമൈൻഡർ ഓൺ ഡിവൈഡിങ് 429 ബൈ 100. 429നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനം വരുന്ന രണ്ടക്ക സംഖ്യയാണ് എന്ത്? റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇവിടെ എന്താണ്? 3 അക്കങ്ങളുള്ള സംഖ്യയാണ് തിരഞ്ഞെടുത്തത്. അടുത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത് 4 അക്കങ്ങളുള്ള സംഖ്യയാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ് വരുന്നത്. 7654 76 ഹൺഡ്രഡുകളാണുള്ളത്. പ്ലസ് 54 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരുന്ന രണ്ടക്ക സംഖ്യകളാണ്. അതാണ് എന്ത് വരുന്നത്? അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. 5 അക്ക സംഖ്യ ആയാലും അതേപോലെ തന്നെയാണ്. അവസാനമായിട്ട് വരുന്ന 47 ആണ് റിമൈൻഡർ ആയിട്ട് വരുന്നത്. 100നെ കുറിച്ച് പറയാൻ വളരെ എളുപ്പമാണ് അല്ലേ? ഇവിടെ നോക്കാം. ഫോർ എനി നമ്പേഴ്സ് വിത്ത് 3 ഓർ മോർ ഡിജിറ്റ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഫസ്റ്റിൽ തുടങ്ങുന്നത് എന്തായിരിക്കണം? 3 അക്ക സംഖ്യയായിരിക്കണം അല്ലേ? 3 അക്ക സംഖ്യയോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതോ ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എനി നമ്പേഴ്സ് വിത്ത് 3 ഓർ മോർ ഡിജിറ്റ്സ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ഇറ്റ് ബൈ 100 is the number formed by the last 2 digit. ലാസ്റ്റ് 2 ഡിജിറ്റ് ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷനിൽ പറയുന്നത് 4നെ കുറിച്ചാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 329 എന്ന സംഖ്യ എടുക്കാം. ആദ്യം എന്താണ് ചെയ്യുന്നത്? 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ 100നെ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താണ്? 4 ഇൻറ്റു 25 എന്നാക്കി മാറ്റുന്നു. 100നെ 25 ഇൻറ്റു 4. അപ്പോൾ ഇങ്ങനെ മാറ്റി എഴുതാം. 3 ഇൻറ്റു 25 ഇൻറ്റു 4, ബാക്കി വരുന്ന എത്രയാണ്? 29 ആണ്. 100 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്തത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് രണ്ട് സംഖ്യ 29 റിമൈൻഡർ ആയിട്ട് വരുന്നത്. ഇവിടെ 3 ഇൻറ്റു 25 75 വരുന്നത്. 75 ഇൻറ്റു 4 പ്ലസ് 29. 29ൽ വീണ്ടും 4കളുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 29നെ വീണ്ടും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. തൊട്ടടുത്ത പേജ് നോക്കാം. 29 ഈക്വൽ ടു 7 ഇൻറ്റു 4 പ്ലസ് 1 ആണ്. 4 7 28, 1 റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ 329നെ എങ്ങനെ എഴുതാം? 75 ഇൻറ്റു 4 പ്ലസ് 29 ആണ് നമ്മൾ എഴുതിയിരുന്നത്. ഇനി 29നെ 7 ഇൻറ്റു 4 പ്ലസ് 1 ആക്കി മാറ്റി. ഇവിടെ 75 നാലുകളുണ്ട്, ഇവിടെ എത്രയാണ്? 7 നാലുകളുണ്ട്. അത് രണ്ട് ചെയ്യണം, തമ്മിൽ കൂട്ടണം. 75 പ്ലസ് 7 വരുന്നത് 82 ആണ്. അതുകൊണ്ട് 82 ഇൻറ്റു 4, അത്രയും നാലുകളാണ് 329ലുള്ളത്. ബാക്കി വരുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 1 എന്ന് വന്നു. ട്രൈ സച്ച് എ കാൽക്കുലേഷൻ വിത്ത് അതർ നമ്പേഴ്സ്, വാട്ട് ക്യാൻ വി സേ ഇൻ ജനറൽ? ഇതേപോലെ മറ്റ് സംഖ്യകളെ ചെയ്ത് നോക്കുകയാണെങ്കിൽ 4നെ കുറിച്ച് എന്തായിരിക്കും പറയാനുണ്ടാവുക? ഫോർ എനി നമ്പർ വിത്ത് 2 ഓർ മോർ ഡിജിറ്റ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ബൈ 4 ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദ നമ്പേഴ്സ് ബൈ 4. 329 എന്ന സംഖ്യയാണ്. 2 ഡിജിറ്റോ അല്ലെങ്കിൽ 3 ഡിജിറ്റോ. ഇനി 29 മാത്രം എടുക്കാം. 29 എടുക്കുമ്പോൾ 29ൽ 4 എത്ര പ്രാവശ്യം പോകുന്നുണ്ടെന്നാണ് നോക്കുക. 4 ഇൻറ്റു 7 28. ബാക്കി വരുന്നത് എന്താണ്? 1. റിമൈൻഡർ 1 കിട്ടി. ഇനി 329 വരുമ്പോഴും അത് തന്നെയാണ് നോക്കേണ്ടത്. ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക, അതിനെ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നോക്കാം. 512 എന്ന ഒരു സംഖ്യയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 6512 എന്ന സംഖ്യയാണെന്നിരിക്കട്ടെ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? 12 എന്ന സംഖ്യ എടുക്കുക. 12നെ 4 കൊണ്ട് ഹരിച്ചു നോക്കുക. 4 ഇൻറ്റു 3 12. റിമൈൻഡർ എന്താണ്? 0 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6512നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ കിട്ടുന്നത്. 2 അതിൽ കൂടുതലോ അക്കങ്ങളുള്ള സംഖ്യകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ അവസാനത്തെ രണ്ടക്ക സംഖ്യകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. വലിയ സംഖ്യകളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരുമ്പോൾ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അവസാനത്തെ രണ്ടക്കകൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നീട് വരുന്നത് 3 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.